നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിനും രാഹുലിനുമെതിരെ കടുത്ത വിമർശനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം രംഗത്ത്. രാഹുൽ വേലി കഴിക്കുന്നത് അമേഠിയെ തന്നെ, പക്ഷേ ആരെങ്കിലും സമ്പത്തത്തിന് വേണം. അതിനായി തിരഞ്ഞെടുത്തത് വയനാടിനെ. അതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ സമ്പത്തമുണ്ടാക്കാൻ വരുന്നതിന് കോൺഗ്രസുകാർ വെറുതെ ഞെളിയേണ്ട കാര്യമില്ല എന്നാണ് പോസ്റ്റിലൂടെ റഹീം ഉദ്ദേശിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും അമിതാവേശത്തിലാണ്. അപ്രതീക്ഷിതമായ സമയത്ത് വന്ന പ്രഖ്യാപനം കേരള കോൺഗ്രസ് പ്രവർത്തകരെ ഉത്സാഹത്തിലാഴ്ത്തിയിട്ടുണ്ട്. കേരളം മാത്രമല്ല, രാഹുലിന്റെ വരവ് കൊണ്ട് ദക്ഷിണേന്ത്യ മുഴുവൻ പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. RSSും കോൺഗ്രസും ഇടതുപക്ഷത്തിനെതിരെ ഒരുപോലെ തിരിഞ്ഞിരിക്കുന്നതായാണ് പലതും തെളിയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് CPM നേതാവ് എ റഹീമാണ്. രാഹുലിന്റെ പത്നി ഇപ്പോഴും അമേഠിയാണെന്നും വയനാടൻ മല കയറി ഒരു സമ്പത്തമുണ്ടാക്കാൻ മാത്രമാണ് ഇപ്പോൾ രാഹുലെന്നും സ്വന്തമായി വിഡ്ഢികളാക്കാൻ സംസ്കാര സമ്പന്നരായ കേരള ജനതയുടെ കോൺഗ്രസ് പ്രതിനിധികൾ അനുവദിക്കുകയാണെന്നും റഹീമിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നു. മാത്രമല്ല, അങ്ങനെ തോന്നുന്ന സമയം വന്ന് സമ്പത്തം കൂടി പോകേണ്ട സ്ഥലമല്ല ഇന്ത്യയെന്നും അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന കേരളമെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ രാഹുൽ മനസ്സിലാകുമെന്നും റഹീം ഓർമ്മപ്പെടുത്തുന്നു. റഹീമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: അമേഠിയിൽ തന്നെയാകും MP ആയി താൻ തുടരുകയെന്ന് പ്രഖ്യാപിച്ച രാഹുൽ വയനാടൻ മല കയറുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരമാണ്. അവർ BJP വിരുദ്ധത പറയും, ഇടതുപക്ഷത്തിന് മേൽ കുതിര കയറും. ഇതാണ് ഇന്നത്തെ കോൺഗ്രസ്. രാഷ്ട്രീയ പാപ്പരാത്വത്തിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. പരാജയ ഭീതിയിൽ പലായനം ചെയ്ത സേനാ നായകനെ ചൂണ്ടി ഉത്തരേന്ത്യയിൽ BJPക്ക് ഇനി വോട്ട് ചോദിക്കാം. കേരളത്തിൽ സംഘപരിവാറിന്റെ ശ്രദ്ധ ദേശീയ തലത്തിൽ ക്ഷണിച്ചു വരുത്താൻ രാഹുലിന്റെ വയനാടൻ യാത്ര BJPക്ക് അവസരമൊരുക്കുന്നു. സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തേക്ക് വിജയസാധ്യതയുള്ള മണ്ഡലം തേടി വരേണ്ട ഗതികേട് എത്ര വലുതാണ്. ഒരു കാര്യം ഉറപ്പാണ്, വയനാട് പഴയ വയനാടല്ല. ഏത് കുറ്റിച്ചൂലിന് നിർത്തിയാലും എത്ര വൈകി പ്രചരണം ആരംഭിച്ചാലും വയനാട്ടെ വോട്ടർമാർ കയ്യിൽ തന്നെ കുത്തിക്കൊള്ളും എന്ന അധമമായ ആത്മവിശ്വാസം വയനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തവണ തിരുത്തണം. വേലി കഴിക്കുന്നത് അമേഠിയെ, വയനാട്ടിലേത് സമ്പന്തം മാത്രമത്രേ. ആർക്കും വന്നു സമ്പന്തം കൂടിപ്പോകാവുന്ന മണ്ണല്ല വയനാടും കേരളവുമെന്ന് കാലം തെളിയിക്കും. ഉറപ്പ്, വയനാട് രാഹുലിനെ തോൽപ്പിച്ചിരിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിലെ സങ്കീർണമായ നിമിഷങ്ങളിൽ സംഘപരിവാറിന്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയ ഒറ്റുകാരനായി രാഹുൽ പിൽക്കാലത്ത് അറിയപ്പെടും. എന്തായാലും രാഹുലിന്റെ വരവ് BJPയെക്കാളേറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് CPMനാണ്. രാഹുലിന് ഏറെ പിന്തുണയില്ല അമേഠിയിൽ. രാഹുലിനെ ശക്തമായി നേരിടാൻ BJP ഒരുങ്ങുമ്പോൾ കേരളത്തിലെ രാഹുലിന്റെ രണ്ടാം സ്ഥാനാർത്ഥിത്വത്തിൽ ഇടതുപക്ഷ മുന്നണി മരണവിപ്രാളം നേരിടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.